നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്പിളി ശ്രീനിവാസ്. ഹെൽത്ത് ആൻഡ് ഗ്ലോയിലേക്ക് സ്വാഗതം. ഉപവാസം ശരീരത്തിന് നല്ലതാണോ? എങ്ങനെ ഗുണം ചെയ്യും? ഒരു ദിവസമെങ്കിലും വ്രതമെടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിൽ പലരും വ്രതമെടുക്കാറുണ്ട്, പക്ഷെ എന്താണ് ഗുണമെന്ന് ആർക്കും അറിയില്ല. ഒരു റിലീജിയസ് ചടങ്ങ് പോലെയാണ് ഇതെടുക്കുന്നത്. ചെറുപ്പക്കാരിൽ തീരെ ഇല്ലാത്തൊരു ശീലമാണിത്. നല്ല ആരോഗ്യത്തിന് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വ്രതമെടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിക്കുന്നു. മിനിമം 12 മണിക്കൂറെങ്കിലും ഉപവാസം നല്ലതാണ്. കൂടാതെയും കുറയാതെയും ശ്രദ്ധിക്കുക. ആദ്യത്തെ 4 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ ശരീരം അനബോളിക് അവസ്ഥയിലാവുകയും രക്തത്തിലെ എനർജി വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അടുത്ത 4 മുതൽ 12 വരെ മണിക്കൂറുകളിൽ കാറ്റബോളിക് അവസ്ഥയിലൂടെ ശരീരം കടന്നു പോകുന്നു. ഗ്ലൂക്കോസ് ശരീരത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയും കൊഴുപ്പിനെ റിലീസാക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ആൻറ്റി ഏജിംഗ് ഹോർമോൺ ഉണ്ടാകുന്നു. ഫാസ്റ്റിംഗ് പലരും പല തരത്തിലാണ് എടുക്കുന്നത്. ഒരു നേരം മാത്രം കഴിച്ച്, അരിയാഹാരം തീരെ കഴിക്കാതെയും ഒരു തവണ മാത്രം കഴിച്ചും നോൽക്കുന്നവരുമുണ്ട്. വെള്ളം മാത്രം കുടിക്കുന്നവർ, കരിക്കിൻ വെള്ളവും ജ്യൂസും കുടിക്കുന്നവരുമുണ്ട്. ഏത് വ്രതമെടുത്താലും ശരീരത്തിന് കാലറി കുറയ്ക്കാൻ സഹായിക്കുന്നു. ദഹനം കൃത്യമായി നടക്കുകയും വാർദ്ധക്യത്തിൽ തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അകറ്റാനും ഇത് സഹായിക്കുന്നു. ഒരു ദിവസം വ്രതമെടുക്കുമ്പോൾ നമ്മുടെ അവയവങ്ങളിൽ നിന്നും ഫാറ്റും വേസ്റ്റും കറക്റ്റായിട്ട് പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു. ഇത് അവയവങ്ങളുടെ ദീർഘകാല ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വ്രതമെടുക്കുന്നത് ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല, മാനസിക ആരോഗ്യത്തിന് കൂടിയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ബാലൻസ് ചെയ്യുന്നതിന് ഇത് നല്ലതാണ്. വ്രതമെടുക്കുന്നത് ഇൻസുലിൻ വ്യതിയാനം നിയന്ത്രിക്കുവാനും അതിലൂടെ സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നല്ലതാണ്. നല്ല ഉറക്കം ലഭിക്കാൻ, മനസ്സിന് ശാന്തത ലഭിക്കാൻ, ദേഷ്യം കുറയ്ക്കാൻ, ചിന്താശക്തി കൂട്ടാനും ബുദ്ധി നല്ലതുപോലെ പ്രവർത്തിക്കുന്നതിനും ഓർമ്മശക്തി നിലനിർത്തുന്നതിനും വ്രതം നല്ലതാണ്. വ്രതമെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസുഖമുള്ളവർ വ്രതം എടുക്കരുത്. എടുത്താൽ ഡോക്ടറുടെ നിർദ്ദേശം തേടണം. വ്രതമെടുക്കുമ്പോൾ അമിതമായ വ്യായാമം ചെയ്യരുത്. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം വ്രതമെടുക്കുമ്പോൾ. മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.